ശ്രീക്ക് ഈ ബുക്കിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എങ്ങനെ അറിയാം? ആക്ച്വലി ഞാൻ റൈറ്റർ കൂടെയാണ്. ഈ ബുക്കുകളെ പറ്റിയൊക്കെ എനിക്ക് അത്യാവശ്യം ധാരണയുണ്ട്. ഈ അടുത്താണ് ഈ ബുക്കിനെ പറ്റി ഞാൻ അറിഞ്ഞത്. എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് കാണാതായെന്ന് കേട്ടിട്ടുണ്ട്. ഇതിന്റെ പുറകിലുള്ള സത്യാവസ്ഥയൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഈ ബുക്കിനെ പറ്റി കൂടുതൽ അറിയാൻ നമ്മളിനി എന്ത് ചെയ്യും? നോക്കാം, ഞാൻ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് വേണമെങ്കിൽ അന്വേഷിച്ചു തരാം. പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ ഇത് ലൈബ്രറിയിൽ നിന്നൊക്കെ കിട്ടിയെന്ന് പറയുമ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ഇത് അത്രയ്ക്കും സെക്യൂരിറ്റിയോട് കൂടി വെച്ചിരുന്ന ഒരു ബുക്കായിരുന്നു. എന്തായാലും ശരി, ഞാൻ ഇറങ്ങുക. പിന്നെ ബുക്കിന്റെ കേസ് നമുക്ക് നോക്കാം. ശരി. മുത്തശ്ശി, ഞാൻ ഇറങ്ങുവാണേ. ഞാൻ ഓൾറെഡി കുക്ക് ചെയ്തിട്ടുണ്ട് മുത്തശ്ശി. എടി, പുള്ളി പറഞ്ഞ വീട്ടിലത് ശരിയാണോ? ഇത്രയ്ക്ക് സെക്യൂരിറ്റി വെച്ചിരുന്ന ഒരു ബുക്ക് ആയിരിക്കോ ഇത്? എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു ചിലപ്പോ ഇത് അതിന്റെ ഡ്യൂപ്പാണെങ്കിലോ. പുള്ളി ഇതിനെപ്പറ്റി അന്വേഷിക്കാന്നല്ലേ പറഞ്ഞേ. ചിലപ്പോ നേരായിരിക്കും. എനിക്കും തോന്നുന്നില്ല. ഞാൻ മുത്തശ്ശിയോട് പറഞ്ഞിട്ടുണ്ട് പോകാൻ നേരം ആകുമ്പോ ഈ വക ഡയലോഗ് അടിക്കരുതെന്ന്. മുത്തശ്ശി, ഞാൻ പറഞ്ഞല്ലോ, സെം എക്സാം ആവാറായോണ്ട് ഹോസ്റ്റലിലും ഇപ്പൊ സ്ട്രിക്റ്റാ. എന്ത് ചെയ്യാൻ, പോയല്ലേ പറ്റൂ. എന്നാ ശരി മുത്തശ്ശി, ഞങ്ങൾ പോവാണേ. ആന്റി, ഞങ്ങൾ പോവാണേ. എടി, ശ്രീ അല്ലേ ആ നിക്കുന്നേ? വാ, അവന്റെ അടുത്തൂടെ പറഞ്ഞിട്ട് പോകാം. അല്ലെങ്കിൽ തന്നെ എനിക്ക് അവനെ അന്ന് മടുത്തതാ ഒരു ശ്രീ. എന്ത് പാടി, അവൻ നമ്മളെ സഹായിക്കാന്നൊക്കെ പറഞ്ഞല്ലേ. ഇത്രയൊക്കെ കൂട്ടായിട്ട് പറയാതെ പോയാ പിന്നെ എങ്ങനെ? ആരും കൂട്ടായി? ഒന്ന് പോയതോ, ഞാനും ഇല്ല. ഹലോ, നിങ്ങളെന്താ അവിടെ തന്നെ നിൽക്കുന്നേ? അവൻ കണ്ടു കേട്ടോ, വന്നേ. എന്തൊരു കഷ്ടമായത്. തിരിച്ചു പോകുന്ന വഴിയാണെന്ന് തോന്നുന്നു. ഞങ്ങൾ പോകാറിറങ്ങിയതാ. നാളെ സൺഡേ അല്ലേ? നിങ്ങൾക്ക് ഒരു ദിവസം കൂടെ നിൽക്കാറുന്നല്ലോ. അല്ല ശ്രീ, ഇന്ന് പോയേ പറ്റൂ. ആണോ? എന്നാ ശരി, അടുത്ത പ്രാവശ്യം കാണാം. ശരി, എന്നാ കാണാം. കാണണം. നടന്ന് ആകെ ടയേർഡായി. ഇനി ഒന്ന് കിടക്കണം. അയ്യോ ചത്തേ. ഒരു വിധത്തിലാ മുത്തശ്ശിയെ പറഞ്ഞ് മനസ്സിലാക്കി ഇങ്ങ് വന്നേ. എടി ശ്രീ, നമുക്ക് ആ ബുക്കിനെ പറ്റി അന്വേഷിച്ച് തരുമായിരിക്കും അല്ലേ? ബുക്കിനെ പറ്റി നോക്കി തരാൻ ഷേക്സ്പിയറോ? അവന് ബുക്കിനെ പറ്റിയല്ല, ഞാൻ ഒന്നും പറയുന്നില്ല. അവൻ ആളൊരു ഉടായിപ്പ, അവനെ കണ്ടറിയാം. ഒന്ന് പോയേടി, ആളൊരു പാവ. നിന്റെ മേത്ത് ഇത്തിരി വെള്ളം ഒഴിച്ചെന്നും പറഞ്ഞ് ഇങ്ങനെയൊക്കെ വേണം. അവനെ നേഴ്സ്ഡായെന്ന് പറഞ്ഞ് അവളോട് പറയണ്ട. പറഞ്ഞാ പിന്നെ അവൾ അതും പറഞ്ഞ് എന്നെ കളിയാക്കാൻ തുടങ്ങും. എന്തുവാടി ഈ ചിന്തിക്കുന്നേ? വെറുതെ. മോളെ. എന്താ അമ്മ? എഴുന്നേറ്റ്, നിന്നെ കാണാൻ നിന്റെ കൂട്ടുകാര് പുറത്ത് വന്ന് നിൽക്കുന്നു. അതിനെന്താ? എനിക്ക് ഉറങ്ങണം അമ്മ. ഈ പെണ്ണ് ആ കുട്ടികളെ കണ്ട് പഠിക്ക്. എനിക്ക് ഉണ്ടൊരെണ്ണം. തുടങ്ങി. ഇത് ഞാൻ കിടന്നിട്ട് എന്താ കാര്യം? ഞാൻ പോവുക. എണീറ്റോ? ഇന്ന് നേരത്തെ ആണല്ലോ. എന്താ രാവിലെ തന്നെ ഇങ്ങോട്ട്? നമ്മൾ ഇന്ന് ആ കാട്ടിലൊരു കാര്യം കണ്ടായിരുന്നു. എന്താടി കണ്ടേ? അതൊക്കെയുണ്ട്, നീ ഇന്ന് വന്നേ. മതി മതി, ഇത് എങ്ങോട്ടായി പോണേ? ഇങ്ങോട്ട് വരാൻ പാടില്ലെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ. ഈ കാട്ടിലേക്ക് കയറാൻ നമുക്ക് അവകാശമില്ല. അവിടെ ഒരു ഗുഹ പോലെ ഒന്നുണ്ട്, നമ്മൾ കണ്ടതാ. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നേ? എവിടെയാ? ഇനാരാ, ആ കാണുന്നതാ.
നമ്മളത് കണ്ടു. നീ ഇവിടെ നിൽക്കണ്ട, വാ പോവാ. എന്തൊരു കാടായത്. അതെ, ഈ കാട്ടിലൊരു ഗുഹയുണ്ട്. ആ ഗുഹ ഹിനാമസ് വാമ്പയേഴ്സിന്റെ താവളത്തിലേക്ക് ചെന്നെത്തുന്നത്. അതെയോ? അതാരാ അവിടെ? അതൊരു പെൺകുട്ടിയല്ലേ? ഏയ്, നിൽക്കവിടെ. അവിടെ നിൽക്കാനാ പറഞ്ഞേ. നീ ആരാണ്? ഓ, ഇപ്പൊ എന്നെ തട്ടിയിട്ടനെ. എങ്ങോട്ട് പോയതാ എല്ലാം കൂടി? ഇവിടെ ആരുമില്ലേ? വാതിൽ തുറക്കൂ. പറഞ്ഞാലും എന്താണ് കാര്യം? ഇവിടേക്ക് ഒരു പെൺകുട്ടി കയറി വന്നില്ലായിരുന്നു. ആ കുട്ടി എവിടെ? അവൾ അകത്തുണ്ട്. കൂട്ടിക്കൊണ്ട് വരാൻ ഞാൻ. അയ്യോ, എന്താ കാര്യം? അവൾ അരുതാത്തത് എന്തെങ്കിലും ചെയ്തു? ഇവൾ വിലക്കപ്പെട്ട കാടിനുള്ളിലെ അതിർത്തിയിലേക്ക് അനുവാദമില്ലാതെ പ്രവേശിച്ചു. അയ്യോ, മാപ്പാക്കണം. അവൾ അറിവില്ലായ്മ കൊണ്ട് ചെയ്തതാവാം. അതെ, നമ്മുടെ മകളെ ഒന്നും ചെയ്യരുത്. ഇത്തവണത്തേക്കൊന്നും മാപ്പാക്കണം. ഇതെല്ലാം രാജ്യസഭയിൽ തീരുമാനിക്കാം. നടക്കൂ. ആ അമ്മ, അച്ഛ, എന്നെ വിടാൻ പറ. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അയ്യോ മോളെ, അയ്യോ എന്താ സംഭവം? ഇനാര ചേച്ചിയെ കൊട്ടാരത്തിൽ നിന്ന് കുറെ ഭടന്മാർ വന്ന് പിടിച്ചുകൊണ്ട് പോയി. അയ്യോ ഇനാര. മഹാരാജൻ ഹിനാമസ് കോളനിയിൽ നിന്നും ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാലും. അകത്തേക്ക് കൊണ്ടുവരൂ. അങ്ങയുടെ ഉത്തരവ് പോലെ രാജൻ. ഇവളോ? എന്താണ് സംഭവം? വിശദീകരിച്ചാലും. നമ്മൾ കാടിനുള്ളിൽ പരിശോധനയ്ക്കായി ചെന്നപ്പോൾ ഈ പെൺകുട്ടി ആ വിലക്കപ്പെട്ട അതിർത്തി കടന്നു വരുന്നതാണ് നമ്മൾ കണ്ടത്. മഹാരാജൻ, ഞങ്ങളുടെ മകളെ വെറുതെ വിടണം. അവൾ അറിവില്ലായ്മ കൊണ്ട് ചെയ്തതാണ്. കോളനിയിലെ ഭരണം എനിക്കല്ല, എന്റെ മകനാണ്. ആദം, നിനക്ക് ഇതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? പറയൂ, ഏത് അതിർത്തിയാണ് ഇവൾ മുറിച്ചു കടന്നത്? അത് കുമാര, യാഹസ് അതിർത്തിയാണ് ഇവൾ കടന്നത്. എന്താ യാഹസോ? ചർച്ച തുടരട്ടെ. പറയൂ, എന്തിനാണ് നിങ്ങൾ ആ അതിർത്തി കടന്നത്? അത് ഞാൻ വെറുതെയോ? വെറുതെ പോകാനുള്ള ഒരു സ്ഥലമല്ല അതൊന്ന് അറിഞ്ഞുകൂടെ? ക്ഷമിക്കണം കുമാര, അവൾ അറിയാതെ ചെയ്യുക. ഇനി ഇങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല. ഇത്തവണത്തേക്ക് രാജ്യസഭ നിങ്ങൾക്ക് വേണ്ടി ക്ഷമിച്ചിരിക്കുന്നു. ഇനി ഇത് ആവർത്തിക്കരുത്, മനസ്സിലായോ? കുമാര, ഉറപ്പായിട്ടും. നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോകാം. വലിയ ഉപകാരമുണ്ട് കുമാര. അങ്ങോട്ട് മാപ്പ് പറയടി. ക്ഷമിച്ചാലും ഇനി ആവർത്തിക്കില്ല. നിങ്ങൾക്ക് പോകാം. ഇന്നത്തെ സഭ പിരിച്ചുവിട്ടിരിക്കുന്നു. എല്ലാവർക്കും പോകാം. എന്നാലും അവൾ എന്തിനായിരിക്കും കാടിനുള്ളിലേക്ക് പോയത്? ഞാൻ പറഞ്ഞത് ഇത്തിരി കൂടിപ്പോയോ? അവൾക്ക് വിഷമമായോ എന്തോ? അല്ല, ഞാനെന്തിനാ അവളെ പറ്റി ഇപ്പൊ ചിന്തിക്കുന്നേ? കിടന്നിട്ടാണെ ഉറക്കവും വരുന്നില്ല. അവളെ കാണാൻ തോന്നുക. അല്ല, അതിന് അവളെന്റെ ആരാ? ആദം, നിനക്ക് എന്തായി സംഭവിക്കുന്നേ? മതിയായില്ലേ? ഇനി എന്തിനാ അധികം? ഇപ്പോൾ കാരണം എല്ലാവരുടെയും മുൻപിൽ നാണം കെടുന്ന നമ്മളാ.
അവളുടെ ഒരു കാർഡ് അന്വേഷിക്കാൻ പോക്ക്. മതി ഏട്ടാ, അവൾക്ക് മനസ്സിലായി കാണും അവൾ ചെയ്ത തെറ്റ്. എന്തൊക്കെയാണ് നമ്മുടെ മോളല്ലേ. അതെ, ഒരൊറ്റ മോളാണെന്ന് പറഞ്ഞ് വഷളാക്കിയത് അവളെ ഉണ്ടല്ലോ. ഏട്ടാ മതി, എന്തിനാ കൊച്ചിനെ വെറുതെ അടിക്കുന്നേ? എന്തിനെന്നോ? ആ ഭ്രാന്ത് പിടിച്ച കാട്ടിൽ കയറി പോരുന്നുവെങ്കിൽ ഇവർ ഇതുപോലെ ജീവനോടെ ഇവിടെ ഉണ്ടാവുമായിരുന്നോ? ഇന്ന് നീ വെളിയിൽ കിടന്നാ മതി, അകത്ത് കാല് കുത്തി പോകരുത്. അച്ഛ അച്ഛ കഥക് തുറക്ക്. അമ്മ, നിങ്ങൾ എന്തായി കാണിക്കുന്ന മനുഷ്യ? നമ്മുടെ മോൾ അവിടെ ഒറ്റയ്ക്കാ. മിണ്ടാതെ അകത്ത് കയറി പോടി. അവൾ കണ്ണീരൊഴുക്കാൻ വന്നേക്കുന്നു. ഇന്നൊരു ദിവസം വെളിയിൽ കിടക്കട്ടെ, അപ്പൊ പഠിച്ചോളൂ. രാവിലെ തന്നെ എങ്ങോട്ട് പോകുക ആദം? അല്ല പപ്പ, എനിക്ക് ഇന്നൊന്ന് കോളനിയിലോട്ടൊന്ന് പോകണമായിരുന്നു. കോളനിയിലോട്ടോ? ഇന്നെന്താണ് പ്രത്യേകിച്ച്? അങ്ങനെയൊന്നുമില്ല, കോളനിയിലെ കാര്യങ്ങൾ മൊത്തത്തിലൊന്ന് അന്വേഷിക്കണം. പിന്നെ ഇന്നലെ വന്ന ആ കുട്ടിയുടെ വീട്ടിൽ കൂടെ ഒന്ന് പോകണമായിരുന്നു. അവൻ എന്തോ കോളനി വരെ ഒന്ന് പോകണമെന്ന് പോലും. അത് മമ്മ, അവിടുത്തെ കാര്യവിവരങ്ങളൊന്ന് അന്വേഷിച്ചറിയണം. പിന്നെ ഇന്നലെ ഇവിടെ വന്ന ഒരു കുട്ടിയില്ലേ, അവളുടെ കാര്യം കൂടി ഒന്ന് അന്വേഷിക്കണം. അവൾ സുരക്ഷിതയാണോ എന്നറിയണ്ടേ? അത് ശരിയാ, ഒന്നുമില്ലെങ്കിൽ അവളൊരു പെൺകുട്ടിയല്ലേ, ഒന്ന് പോയി അന്വേഷിക്കണം നല്ലതാ. ശരി, എന്നാൽ ആദം നീ പോയി വരൂ. കുമാര, അതാണ് ഇനാറയുടെ വീട്. വരൂ. ഇവിടെ ആരും ഇല്ലേ? ഉണ്ട്. കുമാര, അങ്ങെന്താണ് ഇവിടെ? ഇന്നലെ സഭയിൽ വന്ന ആ പെൺകുട്ടി എവിടെ? വിളിക്കൂ. അവൾ അകത്തുണ്ട് കുമാര. ഇനാര, മോളെ ഇനാര. ഇയാൾക്കിതെന്തു പറ്റി? എന്തോ സുഖമില്ലാത്ത പോലെ. അത് കുമാര, അവൾ രാവിലെ ഒന്നും കഴിച്ചില്ല, അതായിരിക്കും. എന്നിൽ നിന്ന് നിങ്ങൾ എന്തോ മറയ്ക്കുന്നുണ്ടല്ലോ, എന്താണത്? അത് പിന്നെ ഇന്നലെ തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ ഇവളുടെ അച്ഛൻ ഇവളെ തല്ലിയായിരുന്നു. ആ കാടിനെ പറ്റി ഇവളുടെ അച്ഛന് നന്നായി അറിയാം. പേടിയുണ്ട് അദ്ദേഹം അങ്ങനെ ചെയ്തത്. ഇനി ഇത് ആവർത്തിക്കരുത്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കൊട്ടാരത്തിൽ അറിയിക്കാവുന്നതാണ്. കുമാര, ഉറപ്പായിട്ട്. ആദം? ആ, അലക്സ്. എന്തോ ആലോചനയാണെന്ന് തോന്നുന്നു. ഏയ്, ഞാൻ വെറുതെ. കഴിഞ്ഞുപോയ കാര്യങ്ങളാണോ വേട്ടയാടുന്നത്? ക്ലാസ് കഴിഞ്ഞാ പിന്നെ എന്തോ ചത്ത പോലെയാ. അയ്യോടി, നീ ഇന്ന് ജിൻസിങ്സ് തന്ന നോട്ട് കംപ്ലീറ്റ് ആക്കിയോ? ഞാനതപ്പോ ക്ലാസ്സിൽ വെച്ച് തന്നെ എഴുതിയായിരുന്നു. എടി ദുഷ്ടത്തി, എന്നിട്ട് നീ എന്നോട് പറഞ്ഞില്ലല്ലോ. ദേ എന്റെ ബാഗിലുണ്ട്, പോയി എടുത്ത് എഴുതിക്കോ. നീ ഇപ്പോഴത് കൂടെ കൊണ്ടു നടക്കാൻ തുടങ്ങിയോ? എന്ത്? ഞാൻ ഈ ബുക്ക് അതിന് ബാഗിൽ ഇട്ടിട്ടില്ലായിരുന്നല്ലോ. എന്തായാലും ഇതിപ്പോ നിന്റെ ബാഗിൽ നിന്ന് തന്നെ കിട്ടിയത്. ഇതെങ്ങനെയെങ്കിലും വായിച്ചു തീർത്തിട്ട് ഇതിന്റെ കാര്യത്തിലൊരു തീരുമാനമാക്കണം. ഇങ്ങനെ കൈ വെച്ചാൽ ശരിയാവില്ല. എന്ത് ചെയ്യാനാ പ്ലാൻ? അറിയില്ല, എന്തേലും ചെയ്യാം.